ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൈൻസ് കോർണറിലേക്ക് സ്വാഗതം. നമുക്ക് ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓണത്തിന് നമ്മുടെ തോട്ടത്തിലെ ചെടികളൊക്കെ വെച്ചിട്ട് പൂക്കളിടാറുണ്ടല്ലേ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിനും നമുക്ക് നമ്മുടെ തോട്ടത്തിലെ ചെടികൾ വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് റീത്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോണത് നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിമില്ലേ, അതുപോലത്തെ ഒരു ഫ്രെയിമാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രെയിം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇന്നറില്ലേ, അത് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇത് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള കമ്പി ഉണ്ടെങ്കിൽ അത് വളച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ലീവ്സ്, നമ്മുടെ ഗാർഡനിൽ നമുക്ക് കിട്ടുന്ന നല്ല ഭംഗിയുള്ള തിക്കായിട്ടുള്ള എന്തെങ്കിലും ഇലകൾ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് എടുത്തിരിക്കുന്നത് ഗോൾഡൻ സൈപ്രസിൻ്റെ ലീഫാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കട്ടിയുള്ള ത്രെഡ്. ഇപ്പോൾ ഇത് നൈലോണിൻ്റെ ത്രെഡാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കട്ടിയുള്ള അങ്ങനെ പൊട്ടിപ്പോകാത്ത എന്ത് ത്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ കനം കുറഞ്ഞ കമ്പി ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ ലീഫിൻ്റെ ബ്രാഞ്ചസൊക്കെ ചെറുതായിട്ട് നമ്മൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വലിയ ബ്രാഞ്ചായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം റീത്ത് ഭയങ്കര വലുതായി പോകും. അപ്പം നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസായിട്ട് നമ്മുടെ ലീഫിനെ കട്ട് ചെയ്ത് വയ്ക്കുക ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് വേഗം വേഗം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ത്രെഡ് എടുത്തിട്ട് ഈ റിങ്ങിലൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫിൻ്റെ ബ്രാഞ്ചസൊക്കെ ഈ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കട്ടിങ് എടുത്തിട്ട് ഈ ഫ്രെയിമിൻ്റെ പുറത്ത് വെച്ചിട്ട് പുറത്തോട്ടുള്ള ഡയറക്ഷനിലേക്ക് ആക്കിയിട്ട് നമ്മൾ നല്ലപോലെ കെട്ടിക്കൊടുക്കും. അതിനുശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കളയണ്ട. നമുക്ക് ആ ത്രെഡ് ഇങ്ങനെ തീരുന്നത് വരെ ഈ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ അടുത്ത ബ്രാഞ്ച് വെച്ച് കൊടുക്കും. അപ്പോൾ അടുത്ത ബ്രാഞ്ച് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് ഉള്ള ഡയറക്ഷനിൽ ഉള്ളിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ലീഫിൻ്റെ കട്ടിങ്സ് വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലീഫ് വയ്ക്കുമ്പോൾ നമ്മളത് പുറത്തോട്ട് തന്നെ വയ്ക്കുക. അങ്ങനെ ഉള്ളിലോട്ടും പുറത്തോട്ടായിട്ട് നമ്മൾ മാറ്റി മാറ്റി വെച്ചിട്ട് ഈ ഫ്രെയിം ഫുള്ള് നമ്മൾ ലീഫ് കൊണ്ട് കവർ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രെയിം മൊത്തത്തിൽ ലീഫ് വെച്ച് കവർ ചെയ്തെടുത്തു. അപ്പം നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സർക്കിൾ ആക്കണമെങ്കിൽ ജസ്റ്റ് ആ ലീഫൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതെനിക്ക് ഇങ്ങനെ തന്നെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ നമ്മുടെ ത്രെഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ത്രെഡ് കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഹുക്ക് ഇട്ട് വെക്കുന്നുണ്ട്. നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹുക്ക് പോലെ ഇട്ട് വെക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് കൂടുതൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ മുമ്പത്തെ ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിലുണ്ടായിരുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ കുഞ്ഞു കുഞ്ഞു വയറ് ഫ്ലെക്സിബിളായിട്ടുള്ള കമ്പിയില്ലേ, അതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ തെർമോക്കോളിൻ്റെ ബോൾസിൻ്റെ ഉള്ളിലേക്ക് അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ വയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഈ ഒരു റെഡ് കളറിലുള്ള ഫ്ലവർ നമ്മുടെ കുഞ്ഞാവളുടെ ഹെയർ ബാൻഡിലൊക്കെ ഉണ്ടാവണമെന്ന് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ഹെയർ ബാൻഡിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് ഒടിഞ്ഞു ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഉപകാരമായി. നമ്മൾ ആ ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ നേരെ താഴെയായിട്ട് നമ്മളതൊരു ഗ്രീൻ കളർ സാധാരണ ത്രെഡ് വെച്ചിട്ട് ആ ഫ്ലവർ നമ്മൾ കെട്ടിവെച്ച് കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവാണ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ. ഇനി നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസും എല്ലാം നമ്മൾ വയറിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വയർ നേരെ എടുത്തിട്ട് നമ്മുടെ ഫ്രെയിമിലോട്ട് ചുറ്റി കൊടുക്കുകയാണ്. ലീഫിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആ വയറൊന്നും കാണാൻ പറ്റില്ല, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ ഡോറിലോ വിൻഡോയിലോ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. നല്ല അടിപൊളി ക്രിസ്മസിൻ്റെ ഫീലൊക്കെ കിട്ടുന്ന ഒരു ഭംഗിയുള്ളൊരു ഹോം ഡെക്കറാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.